ഓണം കഴിഞ്ഞതോടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞതും ആവശ്യക്കാർ കുറവായതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. ഏറെ പ്രതീക്ഷകളോടെ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്ത കർഷകരാണ് ഉൽപ്പന്നത്തിന് ന്യായവില ലഭിക്കാതെ കണ്ണീരിലായത്. ഓണക്കാലത്ത് മികച്ച വില പ്രതീക്ഷിച്ചാണ് മലയോരത്തുള്ള പച്ചക്കറി കർഷകർ ഇക്കുറി പയർ, കുക്കുംബർ, വെണ്ട, വഴുതന തുടങ്ങിയ ഇനങ്ങൾ കൃഷി ചെയ്തത്. പതിവില്ലാത്ത വിധം മഴ നീണ്ടുനിന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. കർക്കിടകം അവസാനത്തോടെ മഴ കുറഞ്ഞ് വെയിൽ തെളിയുമ്പോഴാണ് പയർ, വെണ്ട, കുക്കുംബർ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ വിളയാറുള്ളത്. എന്നാൽ ചിങ്ങമെത്തിയിട്ടും നിലയ്ക്കാതെ പെയ്ത മഴ കാർഷികോൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. ഓണത്തിനു മുൻപ് വിളവെടുപ്പിന് പാകമാകേണ്ട ചെടികളിൽ കായ്കൾ വിളഞ്ഞത് ഓണം കഴിഞ്ഞാണെന്ന് കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി കോപ്ലി പറഞ്ഞു. ഓണത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പട്ടലും ഇതൊക്കെ മേടിച്ച് വലയൊക്കെ മേടിച്ച് കൃഷി ചെയ്തു. 1.5 ലക്ഷം രൂപ ചെലവുണ്ട്. ഓണം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. പയറായി തുടങ്ങിയത്. ഓണം അത് കാരണം ഓണത്തിന് ഉൾപ്പെടെ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ഒരു വാല്യൂ ഇല്ല, ഒന്നുമില്ല. ആകെ നഷ്ടത്തിലേക്കാണ് കാണുന്നത്. 1.5 ലക്ഷം രൂപയാണ് ഞാൻ ചെലവ് ചെയ്തിരിക്കുന്നത്. ഓണം കഴിഞ്ഞതോടെ മഴ മാറി വെയിൽ തെളിഞ്ഞപ്പോൾ പയറും കുക്കുംബറും പോലുള്ള പച്ചക്കറി ഇനങ്ങൾ ധാരാളമായി ലഭിക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാരും വിലയും കുറഞ്ഞതിനാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്നില്ലെന്ന് ലോനായി പറഞ്ഞു. കുക്കുംബർ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അത് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്താലും കടയിൽ ആർക്കും വേണ്ട. ഒരു 500 കിലോ കുക്കുംബർ ചെയ്യാൻ പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു 1.5 ഇട്ട്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിട്ട് വെറുതെയും കൊടുക്കുന്നുണ്ട്, പല രീതിയിലും കൊടുക്കുന്നുണ്ട്. പയറും ഒരുപാട് വില കുറവാണ്. 30 രൂപ 40 രൂപയ്ക്കാണ് അവർ പറയുന്നത്. ഓണത്തിന് 100 രൂപ ഉണ്ടായതാണ് പയർ. 1 കിലോ പയർ പോലും കിട്ടിയില്ല. ഓണക്കാലത്ത് കിലോഗ്രാമിന് 100 രൂപയുണ്ടായിരുന്ന പയറിന്റെ വില 30 കുറഞ്ഞു. കുക്കുംബറിന് 10 രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ്. 1/2 ഏക്കർ സ്ഥലത്ത് ഹൈബ്രിഡ് ഇനത്തിലുള്ള പയറും കുക്കുംബറും കൃഷി ചെയ്ത ലോനായിക്ക് 1.5 ലക്ഷം രൂപയോളം കൃഷി ചെലവ് വന്നിട്ടുണ്ട്. വർഷങ്ങളായി നേന്ത്രവാഴയും പച്ചക്കറിയും കൃഷി ചെയ്തു പോരുന്ന തനിക്ക് ഇത്തരമൊരു തിരിച്ചടി ആദ്യമാണെന്നും ലോനായി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, കൊടകര.